ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. പൈതൃകം. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ബാക്കി വയ്ക്കുന്നത്? അതാണ് പൈതൃകം. ശിമിയോൻ ബാക്കി വെച്ചത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള, സ്നേഹിക്കാനുള്ള ഈശോയുടെ കുരിശിൻ്റെ ഒരു തുണ്ടാണ് അടുത്ത തലമുറയിലെ അലക്സാണ്ടറിനും റോപ്പോസിനും വേണ്ടി ബാക്കി വെച്ചത്. അലക്സാണ്ടറും റോപ്പോസും അത് ആദിമ ക്രൈസ്തവ സഭയിൽ അതിമനോഹരമായിട്ട് പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് അവരുടെ പേരുകൾ ഇന്നും കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ഓർത്തു വയ്ക്കുന്നത്. ഈശോയുടെ കുരിശിൻ്റെ ഒരു തുണ്ട്, അത് വഴിയിൽ നിന്ന് കിട്ടുന്ന കുരിശുകളാണ്. മനുഷ്യന് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന കുരിശുകളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വഹിക്കുന്ന കുരിശുകളാണ് ജീവിക്കുന്ന പൈതൃകമായിട്ട് രൂപാന്തരപ്പെടുന്നത്. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ പൈതൃകമായിട്ട് പലപ്പോഴും കരുതപ്പെടുന്നത് അത് തോമാസ് ലീഹായുടെ പൈതൃകം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുപേരിൻ്റെ പൈതൃകം, അപ്പാപ്പൻ്റെ പൈതൃകം, അമ്മാമ്മയുടെ പൈതൃകം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ വല്ലാതെ ചുരുക്കുകയാണ്. ശരിയായ പൈതൃകം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ പൈതൃകമാണ്. മറ്റ് പൈതൃകങ്ങളൊക്കെ അനാവശ്യമായ തഴമ്പുകളായിട്ട് നമ്മിൽ മുഴച്ചു നിൽക്കും. അറിയുന്നൊരു കുടുംബമുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചോട്ടുവിൻ്റെ കുടുംബമാണത്. ചോട്ടു ഈ അടുത്ത ദിവസം ഒരു സഹായം ചെയ്യുകയാണ്. ചോട്ടു എടപ്പലയിൽ ഒരു അക്കൗണ്ടിങ് സ്ഥാപനമാണ് നടത്തുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അവൻ പറയാണ് 12,000 രൂപ എല്ലാ മാസവും ഡയാലിസിസ് നടത്താനായിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ ആ കൊച്ചു തയ്യാറാകുകയാണ്. ആ പയ്യൻ അവൻ്റെ പൈതൃകം എന്ന് പറയണത് അത് എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ അറിയുന്ന ജോസ് കെ, അവൻ്റെ അപ്പൻ എത്രയോ മനുഷ്യരെയാണ് സഹായിക്കുന്നത്. ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം മുഴുവൻ സമയം ആദിവാസികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, ദളിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടി പഠനാവശ്യത്തിന് സഹായം നൽകാനായിട്ട് നിരന്തരം ഓടി നടക്കുന്ന, അതിനുവേണ്ടി തൻ്റെ രോഗത്തെ പോലും തൃണവൽക്കരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ചോട്ടുവിൻ്റെ അപ്പൻ. അമ്മയാണെങ്കിലോ, അമ്മേനെ ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി ഓർക്കുന്നത് ചുണങ്ങംവേലിയിലുള്ള അന്ധരുടെ ഒരു സ്ഥാപനത്തിൽ അവർ എല്ലാ ആഴ്ചയിലും വന്ന് സഹായിക്കുന്നു. എന്താണ് സഹായം എന്നുള്ളതാണ്. അന്ധർക്ക് മാറാല തൂക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഈ ചേച്ചി വന്ന് എല്ലാ ആഴ്ചയിലും വന്ന് ഈ അന്ധരുടെ സ്ഥാപനത്തിലെ മാറാല തൂത്തുകൊണ്ട് തനിക്കാവുന്ന രീതിയിൽ സഹായിക്കുന്ന ഒരമ്മ. ഇതാണ് പൈതൃകം. ഈ അപ്പൻ്റെയും അമ്മയുടെയും മകൻ ചോട്ടു ഇങ്ങനെ സഹായിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് തന്നെയാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധയായ സെലിൻ കുര്യൻ്റെയും മാർട്ടിൻ്റെയും മകള് വിശുദ്ധ കൊച്ചു ത്രേസ്യ ആയിത്തീരും. അതങ്ങനെയാണ്. അതാണ് പൈതൃകം. ഈ പൈതൃകമാണ് യഥാർത്ഥമായ ക്രിസ്തു ചൈതന്യമുള്ള സ്നേഹത്തിൻ്റെ പൈതൃകമാണ്, സഹായത്തിൻ്റെ പൈതൃകമാണ് ശരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ നിറയേണ്ടത്.